എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഅ് നമ്മളോട് വിട പറയുകയാണ്. ഇനി കേവലം ദിവസങ്ങൾ മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കടന്നു വന്നപ്പോൾ നാടും നഗരവും എല്ലാ സ്ഥലങ്ങളും തോരണങ്ങൾ കൊണ്ട് നിറഞ്ഞു. പള്ളികളിൽ മൗലിദ് പാരായണങ്ങൾ തുടങ്ങി. എല്ലാ ജംഗ്ഷനുകളിലും വഅദുകൾ തുടങ്ങി. നബിദിന പരിപാടികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുടർന്നു. 1 മുതൽ 12 വരെ. 12 ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇപ്പം അതൊന്നും കാണാനില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റബീയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ റബീഅ് നമ്മളിൽ നിന്ന് വിട പറയാൻ ഇനി സമയങ്ങൾ മാത്രം, ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പുണ്യമായ സുദിനം ഒന്നുകൂടെ ഓർക്കുവാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഒരു സദസ്സാണ്. അള്ളാഹു പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഖുർആനിലെ താക്കീത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ, 6666 ആയത്തുകൾ. ഈ 114 സൂക്തങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് താക്കീതുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് തരുന്നുണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ കാണാം 12ഓളം താക്കീതുകൾ, മുന്നറിയിപ്പുകൾ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഗുണപാഠത്തിന് വേണ്ടി, ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഒന്ന് നന്നാകുന്നതിന് വേണ്ടി. അതുമാത്രമല്ല മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു മുന്നറിയിപ്പുകാരനായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 99 പേരുകളുണ്ട്. അള്ളാഹുവിന് 99 പേരുകൾ ഉള്ളതുപോലെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും 99 പേരുകളുണ്ട്. ആ പേരുകളിൽ കുറച്ച് പേരുകൾ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ചില പേരുകൾ പറഞ്ഞു തരുന്നു. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് പേരിടാൻ കിടന്ന് നെട്ടോട്ടമോടുമ്പോ ഒരു പെണ്ണ് ഗർഭിണിയായി കഴിയുമ്പോൾ തന്നെ എന്റെ കുഞ്ഞിനെന്ത് പേരിടണമെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, വാപ്പയുടെയും ഉമ്മയുടെയും പേരിന്റെ 1ാമത്തെ അക്ഷരം വേണമെന്ന് കരുതിക്കൊണ്ട് അല്ലാഹുവേ അർത്ഥം പോലും നോക്കാതെ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഡിക്ഷണറി നോക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്ന പേരുകൾ അറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹൽ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദാ. മക്കൾക്ക് പേരിടുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഖുർആൻ പറഞ്ഞ പേരാണ് ഷാഹിദ്. അല്ലാഹുവിന്റെ ഖുർആൻ അർത്ഥം പോലും നോക്കേണ്ട സഹോദരങ്ങളെ, ഖുർആനിലുള്ള പേരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണ് ഷാഹിദ്. രണ്ടാമതായി ഖുർആൻ പറയുന്നു മുബശ്ശിറാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരാണ് മുബശ്ശിർ. മൂന്നാമത് പറയുന്നു നദീർ. നാലാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ദാഴി. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരാട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു സിറാജം വ ഖമറം മുനീറാ. സിറാജ് എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ പേരാണ്. ഖമർ എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ പേരാണ്. മുനീർ എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞ പേരാണ്. മക്കൾക്ക് പേരിടാൻ പരിശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞ പേരാണ്. ഈ പറഞ്ഞ പേരുകളിൽ ഒരു പേര് കാണാ, മുബശ്ശിറൻ വനദീറാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരായിരുന്നു മുന്നറിയിപ്പുകാരന്, താക്കീത് നൽകുന്ന മനുഷ്യന്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് താക്കീത് തന്ന ആളാണ്.
മുന്നറിയിപ്പുകൾ പറഞ്ഞു തരാൻ കടന്നു വന്ന പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ പറഞ്ഞു തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ 12 താക്കീതുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ 12 താക്കീതിൽ ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളോട് താക്കീത് ചെയ്ത കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല, നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നിസ്കാരമുള്ളവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ദുആ ചെയ്യുന്നവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നെ എന്തിനാണ് നിങ്ങളോട് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മക്കളുണ്ടല്ലോ, അതാ കിതാബ് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഒന്നാമതായി പഠിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ. എല്ലാ ഉസ്താദന്മാരും അവര് പഠിക്കാൻ തുടങ്ങുമ്പോ, ബുഖാരിയും മുസ്ലിമും മിസ്കാത്തും ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോ, ആ പഠിക്കുന്നതിന്റെ ഇടയില് ഒന്നാമതായി പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ മുന്നിലേക്ക് അതാ ഒരാള് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ശദീദു ബയാദി സിയാബി ലാ യുറാ അലൈഹിം അസറു സഫർ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ നടന്നു വരികയാണ്, നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. ആ മനുഷ്യന്റെ ശരീരത്താണെങ്കിൽ യാത്രക്കാരന്റെ ഒരു അടയാളവുമില്ല. നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ മനുഷ്യന് കടന്നു വരികയാണ്. പ്രവാചകന്റെ മുന്നിൽ പോയിരിക്കുകയാണ്. ആ മനുഷ്യന്റെ കാൽമുട്ടുകൾ പ്രവാചകന്റെ കാൽമുട്ടിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് 2 കൈ കൊണ്ട് അല്ലാഹുവേ, ലോകത്തിന്റെ നേതാവിന്റെ തുടയിലടച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, മനിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെ പറഞ്ഞു കൊടുക്കുകയാണ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളിൽ വിശ്വസിക്കലാണല്ലോ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കല്, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കല്. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ പറയുന്ന 5 കാര്യങ്ങളിൽ വിശ്വാസമാണ്. എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? വൽ ഖൈരി ശർരിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. 6ാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, 6ാമത്തെ കാര്യം, ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമുണ്ടല്ലോ, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത്. ദുഃഖവും സന്തോഷവും അത് പടച്ചവന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ചിലർക്ക് വല്ലാത്ത മടിയാട്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ എത്തുമ്പോ നമ്മുടെ ഈമാൻ പതറുകയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വിശ്വസിക്കാൻ നമുക്ക് വല്ലാത്ത
ഇല്ലാത്ത മടിയാട്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പറയും, നമുക്കാരോ കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാണ്, എന്റെ അയൽവാസി എനിക്ക് അതാ പണി തന്നതാണ്, എനിക്ക് സിഗിറ് തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞാനും നിങ്ങളും ഓടി നടക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാ, ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോൾ, ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിരിക്കുകയാ, അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ചോരക്കുഞ്ഞായ നമ്മുടെ തലച്ചോറിലേക്ക് ആ മലക്ക് ഇറങ്ങി വന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ മലക്ക് എഴുതി വെച്ചിരിക്കുകയാ, നീ ഇന്ന ദിവസം ജനിക്കുകയാണ്. അള്ളാഹുവേ, നിന്റെ മാതാപിതാക്കൾ ഇതാണ്, നിന്റെ കുടുംബക്കാരിതാണ്, നിന്റെ ഭാര്യ ഇതാണ്, നിന്റെ മക്കൾ ഇതാണ്, നീ എത്ര വയസ്സ് വരെ ജീവിക്കും, ഇന്ന സ്ഥലത്ത് കിടന്ന് മരിക്കും, നീ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, കാഫിറായിട്ടാണോ മരിക്കുന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴേ ഈ മലക്ക് വന്നിട്ട് ഇത് മുഴുവനും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലച്ചോറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, ഇതെല്ലാം മുമ്പേ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നതാ. അനുഭവിക്കേണ്ടത് മുഴുവനും നമ്മൾ അനുഭവിക്കണമല്ലോ. ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോ ഇതെല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ്. ഇത് ക്ഷമിക്കലല്ലാതെ വഴിയില്ല, റബ്ബിനോട് ദുആ ചെയ്യലല്ലാതെ വഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഒരു കാര്യവും മറ്റൊരാൾക്കും പറയാൻ കഴിവില്ല. ഏത് മന്ത്രവാദികളുടെ മുന്നിൽ പോയാൽ, ഏത് വെറ്റതരുത്തുന്നവന്റെ മുന്നിൽ പോയാൽ നമ്മുടെ ഭാവി പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, 5 കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഒരു മനുഷ്യനോ, ഒരു പ്രവാചകനോ, ഒരു ഔലിയായിനോ, ഒരു തങ്ങൾക്കോ ഒരാൾക്കും 5 കാര്യമല്ലാതെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ എടുത്തു നോക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുകയാണ്, 5 കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. മഗീബാത്തുൽ ഖംസ് എന്ന് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. അത് അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു മനുഷ്യനും അറിയില്ല. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്, എന്നാണ് ഈ പ്രപഞ്ചം നശിക്കുന്നത്, ലോകം അവസാനിക്കുന്നത് എന്താണ് എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോഴാണ് പെയ്യുന്നത് എന്ന് പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ അവന്റെ അവസ്ഥകളെ കുറിച്ച് പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ശാസ്ത്രത്തിന് 4 മാസം കഴിയുമ്പോഴേ പറയാൻ കഴിയൂ, അതിനു മുമ്പ് ഒരാൾക്കും പറയാൻ കഴിയില്ല. 4-മതായിട്ട് ഖുർആൻ പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാ ഒരു മന്ത്രവാദിക്കും കഴിയില്ല. നിന്റെ ഭാവിയും നിന്റെ ഭൂതവും പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അടുത്ത സെക്കൻഡില്, അടുത്ത സമയത്ത് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. 5-മതായി ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഒരു മനുഷ്യന് മരിക്കുന്നത് എവിടെ വെച്ചാണ്, എപ്പോഴാണ് മരിക്കുന്നത്, എവിടെ വെച്ചാണ് മരിക്കുന്നത്, ഇത് അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ജനങ്ങളുടെ മുന്നിൽ ഓടി നടക്കുന്നവര്, മന്ത്രവാദികളുടെ വീടിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവരോട് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്,
ഇൻസാജ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാ, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുവോ? അല്ലാഹു പറയുകയാണ്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, നിന്നെ പരീക്ഷിക്കാനാണ് സൃഷ്ടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനാ പറയുന്നത്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നേരിടാതെ നിനക്ക് വെറുതെ അങ്ങ് സ്വർഗം കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തരികയാ, മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വരെ ഖുർആൻ പറഞ്ഞു തരികയാണ്. ഒരു മനുഷ്യനെ ഞാൻ പരീക്ഷിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്താണ് പരീക്ഷിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനക്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാണ്. അല്ലാഹ് പറയുന്നത്, മനുഷ്യ നിന്നെ ഞാൻ പരീക്ഷിക്കാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത് തന്നിട്ടാണ് പരീക്ഷിക്കുന്നതെന്നറിയുമോ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ. നിനക്ക് ഞാൻ ഭയം തന്ന് പരീക്ഷിക്കുകയാണ്, നിനക്ക് പട്ടിണി തന്ന് പരീക്ഷിക്കുകയാണ്, നിനക്ക് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കുകയാണ്, നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കുകയാണ്, നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് കബറടക്കിയിട്ട് നിന്നെ ഞാൻ പരീക്ഷിക്കുകയാണ്. ഇതുപോലെയൊക്കെ പടച്ചവന് പരീക്ഷിക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാ. ഏറ്റവും കൂടുതൽ പരീക്ഷണം നൽകിയത് പ്രവാചകന്മാരെയാ. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പ്രവാചകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. എല്ലാ പ്രവാചകന്മാരും ചരിത്രം ഖുർആനിൽ കാണാം. ആദം നബി അലൈഹിസ്സലാമിന്റെ, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേരുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെയും പേരാണ് അല്ലാഹു വിളിച്ചത്. യാ ആദം, യാ നൂഹ്, യാ ഇബ്രാഹിം, യാ മൂസ, യാ യാക്കൂബ്. എല്ലാ പ്രവാചകന്മാരുടെയും പേര് അല്ലാഹു വിളിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകളിൽ 6666 ആയത്തുകൾ, ഈ ആയത്തിന്റെ ഇടയിൽ എവിടെയെങ്ങാണ് ഒരു സ്ഥലത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു പേര് വിളിച്ചിട്ടില്ല, മുഹമ്മദ് എന്ന് പേര് വിളിച്ചിട്ടില്ല. എവിടെ വിളിച്ചാലും അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ടാണ് അല്ലാഹു വിളിച്ചിരിക്കുന്നത്. യാ മുസമ്മിൽ, യാ മുദ്ദസിർ, എല്ലാ സ്ഥലത്തും റസൂൽ എന്നാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു വിളിച്ചതെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ എന്തിനാണ് പടച്ചവനെ പരീക്ഷിച്ചതെന്നറിയുവോ? നമുക്കൊരു ഗുണപാഠത്തിന് വേണ്ടിയാണ്, നമുക്ക് നന്നാകാൻ വേണ്ടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം ഭയം കൊടുത്തിട്ടാണ് പരീക്ഷിക്കുന്നത്.
ഭയം കൊടുത്തിട്ടാണ്, അള്ളാഹു പേടിപ്പിക്കുകയാണ്, ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലു. മക്കയിൽ ജീവിച്ചിരുന്ന 13 കൊല്ലമുണ്ടല്ലോ, നുബൂവത്ത് കിട്ടിയതിനു ശേഷം 13 വർഷക്കാലത്തിൽ ഒരു ദിവസം പോലും അള്ളാന്റെ റസൂല് പേടിക്കാതെ കിടന്നുറങ്ങിയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാണ്. തന്റെ അനുയായികളെ കണ്ണിന്റെ മുന്നിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. അള്ളാന്റെ റസൂലിന്റെ കണ്ണിന്റെ മുന്നിലിട്ടാണ് ഉപദ്രവിച്ചത്. അതാ ചാട്ടവാറ് കൊണ്ടടിക്കുകയാണ്. മരുഭൂമിയുടെ മടിത്തട്ടിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തന്റെ ശരീരത്ത് വെച്ചിട്ട് ക്രൂരമായി ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ മരുഭൂമിയിലിട്ട് ഉപദ്രവിക്കുകയാണ്. ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വെള്ളത്തിന് വേണ്ടി ഞാൻ യാചിച്ചപ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കുടിച്ചിട്ടുണ്ടെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവര്, 13 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂല് പേടിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും ശത്രുക്കള് വാള് പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിരിപ്പിൽ കിടത്തി ഉറക്കിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തോടി ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് നടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരുമ്പോ അബൂബക്കർ തങ്ങൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങന്റെ തോളിലേക്ക് കേറി നബിയേ, എന്റെ തോളിലേക്ക് കേറി നബിയേ. അങ്ങ് നടന്നു പോയാൽ കാലിന്റെ അടയാളങ്ങളെ പിന്തുടർന്ന് വന്ന് നമ്മളെ പിടിക്കുമല്ലോ. അള്ളാന്റെ റസൂലിനെ തോളിൽ കേറ്റുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രവാചകനെ തോളിലെടുത്ത് വെച്ചിട്ട് 2 കാലും നേരെ വെച്ചല്ല നടന്നു പോയത്, വിപരീതമായിട്ട് എന്റെ പ്രിയമുള്ളവരെ കുറച്ച് മുന്നോട്ട് നടക്കുകയാണ്. പ്രവാചകനെ തോളിൽ വെച്ചുകൊണ്ട് പുറകിലേക്ക് നടക്കുകയാണ്. ഇതുപോലെ നടന്ന് നടന്ന് ഗുഹയ്ക്കകത്ത് പോയിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. ഖുർആൻ പറയുന്നു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഞാൻ എന്റെ അടിമകൾക്ക് ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമതായി ഖുർആൻ പറയുന്നു, വൽജൂ, വിശപ്പ് കൊടുത്ത് ഞാൻ പരീക്ഷിക്കും. എന്റെ അടിമകൾക്ക് ഞാൻ വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കും. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ പട്ടിണി കിടന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് മറക്കാൻ കഴിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് പഠിച്ചു നോക്കട്. റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രം ഒന്നെടുത്ത് വായിച്ചു നോക്കട്. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോയില്ലേ? ഇന്നത് നമ്മുടെ യുവതലമുറയോട് പറയുമ്പോ, മദ്രസ വിദ്യാർത്ഥികളോട് പറയുമ്പോ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടന്നാൽ വിശപ്പ് മാറുമോ എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ റബീഇന്റെ രാത്രിയാണല്ലോ, റബീഉൽ അവ്വൽ വിട പറയുന്ന നാളാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന്റെ തലേ ദിവസം റബീഉൽ അവ്വൽ 11-ാം തീയതി നമുക്ക് മറക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അള്ളാഹു ഒരുപാട് വിശപ്പ് കൊടുത്ത പരീക്ഷിച്ച പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകനും അനുയായികളും ശുഐബ് അബീ താലിബിൽ 3 കൊല്ലമല്ലേ പട്ടിണി കിടന്നത്? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും തന്റെ ഭാര്യമാര് 3 വർഷമല്ലേ സഹോദരങ്ങള്? ചരിത്രം പറയുകയാണ്. അവര് പച്ചില പറിച്ചു തിന്നിട്ട് ആട് കാസിക്കുന്നത് പോലെ കാസിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ സമുദായമുണ്ടല്ലോ, തന്റെ സഹാബത്തും ആട് കാസിക്കുന്നത് പോലെ കാസിക്കുകയാണ്. സഹാബത്ത് പറയുകയാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുക്കളെ പോലെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ സഹാബത്തെടുത്ത് കടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നല്ലോ. ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളുമായി കഴിയുന്ന
ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, റബീഉൽ അവ്വൽ 11ാമത്തെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അസറിന്റെ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്. ആയിഷ ബീവി അടുത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നു, ആയിഷ, എടുത്തുകൊണ്ട് വാ ആയിഷ. രോഗം പിടിച്ചിട്ട് തളർന്നു കിടക്കുന്ന പ്രവാചകർ തനിക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോൾ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാ, 7 ദിർഹമിന്ന സ്ഥലത്തിരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല 7 ദിർഹം എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് കയ്യിൽ വെച്ചിട്ട് പറയുന്നു, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനെങ്ങാണം മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ കാര്യം പോയല്ലോ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, എനിക്ക് വിശക്കുന്നു ആയിഷ, എന്തെങ്കിലും തിന്നാം ദാ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനെ വീട്ടിലേക്ക് വന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. കാരണം കൊടുക്കാ ഭക്ഷണമില്ല. തന്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ചോദിക്കുകയാണ്, കൊടുക്കാനൊന്നുമില്ല, കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ആ വീടിനകത്തില്ല. ആയിഷ ബീബി കരയുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, ആയിഷ, കരയണ്ട ആയിഷ, ഇന്നത്തെ ദിവസം ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു സഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥയാ എന്റെ പ്രിയമുള്ളവരെ. റബീഉൽ അവ്വൽ 11 മഗ്രിബിന്റെ സമയം അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. വീടിനകത്ത് വല്ലാത്ത ഇരുളാട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, വിളക്കെന്തേ കത്തിക്കാത്തത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോടൊന്നും മിണ്ടുന്നില്ല. കാരണം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയാ വീടിനകത്തില്ല. അതങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനോട് എണ്ണയില്ലെന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ്. കുറെ സമയം കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതും വിളിക്കുന്നു, ആയിഷ, വിളക്ക് കത്തിക്കാത്തതെന്തേ ആയിഷ? അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഈ വീടിനകത്തില്ല നബിയേ. ഒന്ന് ചിന്തിക്കു സഹോദരങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്ത് വിളക്കിലൊഴിക്കുന്ന മണ്ണെണ്ണ പോലുമില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ്. എന്തിനാണ് അൽഹംദുലില്ലാ പറഞ്ഞതെന്നറിയുമോ? വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ പട്ടിണി കിടക്കുന്നത്? വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് എന്തിനാ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, ഒന്ന് പറ നബിയേ, ഒന്ന് അനുവാദം തരുമോ നബിയേ? ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ, ഇത് ഞാൻ സ്വർണമാക്കി തരാ നബിയേ.
എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജിബ്രീൽ, ഒരു പാവപ്പെട്ടവനായി എനിക്ക് ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ വഫാത്താകണം. നാളെ പാവപ്പെട്ടവരുടെ കൂടെ പടച്ചവന്റെ കോടതിയിൽ എനിക്ക് ഒരുമിച്ച് കൂടണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ സ്നേഹനിധിയായ പെണ്ണുങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം പഠിക്കുന്നത് നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്. രണ്ട് കൊച്ചുമക്കൾ തറയിൽ കിടന്ന് കരയുകയാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് മക്കൾക്ക് പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. പള്ളിക്കകത്ത് പോയിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വീണ്ടും വീണ്ടും കേൾക്കുകയാ. പള്ളിയിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുന്നു, ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. രണ്ടാമതും പറച്ചു കരച്ചിൽ തീരുന്നില്ല. മൂന്നാമതും മക്കൾ വീടിനകത്ത് കടന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഒരുപാട് വഴക്ക് പറയുകയാ. നിന്റെ മക്കള് മുന്നിൽ കിടന്ന് കരഞ്ഞിട്ട് പോലും എന്തേ ഫാത്തിമ നീ പാല് കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് വഴക്ക് പറയുകയാണ്. പക്ഷേ ഫാത്തിമ ഇരുന്ന് കരയുകയാണ്, തലകുനിച്ചിട്ടിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, മാ തബ്കീകി യാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? ഉപ്പയുടെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തതെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ പൊന്നുമകളോട് ചോദിക്കുമ്പോൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിപ്പോ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിപ്പോ എന്റെ മാറിടത്തില് പാലില്ല, എന്റെ മാറിടത്തില് പാലില്ല. മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അവര് പാല് ചുരത്തിയിട്ട് പാല് വരാതെ വന്നപ്പോ ദേഷ്യം കാരണം അവരെന്റെ മാറിടത്തിൽ കടിച്ചിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു നബിയേ. എന്റെ പ്രിയമുള്ള പെങ്ങള്, പാല് കൊടുക്കുന്ന സമയത്തെങ്ങാണം നിന്റെ മക്കൾ അറിയാതെ ഒന്ന് കടിച്ചാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പട്ടിണി കിടന്നിട്ട് മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരികയാണ്. റസൂലുള്ളാന്റെ ഹൃദയം പൊടിയുകയാ. തന്റെ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, മാറിടത്തിലൂടെ രക്തം വരുന്നെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. ആരുടെ മുന്നിലും പോയി ചോദിക്കാൻ കഴിയില്ലല്ലോ, അല്ലാഹുവേ ഹദിയ സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ തലകുനിച്ച് വെച്ചിട്ട് നടക്കുകയാണ്. മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നടന്ന് കിലോമീറ്ററുകളോളം നടക്കുകയാണ്. നടന്ന് ഒരു ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ മനുഷ്യനറിയില്ല ഈ വരുന്നത് അഷ്റഫുൽ ഖൽഖായ തങ്ങളാണെന്ന് ആ മനുഷ്യനറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, മനുഷ്യ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന് ജോലി ചോദിക്കുമ്പോ ആ അറാബിയായ മനുഷ്യന് പറയുകയാ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈന്തപ്പനം മരം നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം ഞാൻ 3 കാരയ്ക്ക കൂലി തരാ. അല്ലാഹുവിന്റെ റസൂൽ വളരെ സന്തോഷത്തോട് തൊട്ടിയമ കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്ന് വെള്ളം കോരുകയാണ്. ലോകത്തിന്റെ നേതാവ് വെള്ളം കോരുകയാ. ഒന്നാമത്തെ തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ പ്രിയമുള്ളവരെ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമതും വെള്ളം കോരുകയാ, മൂന്നാമതും വെള്ളം കോരുകയാ. 3 തൊട്ടി വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരം മുഴുവനും നരയ്ക്കുകയാണ്. അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ,
നാലാമത് വെള്ളം കോരാ തൊട്ടിയം കയറമെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, കയറടിഞ്ഞ് തൊട്ടി വെള്ളത്തിലേക്ക് വീഴുകയാ. കയറടിഞ്ഞിട്ട് തൊട്ടി വെള്ളത്തിലേക്ക് വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണപ്പോ അഅറാബിയായ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. അസ്റഫായ ശറഫാക്കപ്പെട്ട മുഖമുണ്ടല്ലോ, ആദരവായ പ്രവാചകന്റെ മുഖത്തടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല, അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, മിണ്ടാതെ കിണറ്റിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് തൊട്ടിയെടുക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിനകത്ത് നിന്ന് തൊട്ടിയെടുത്തിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ കൊണ്ടു കൊടുത്തിട്ട് ചോദിക്കുകയാ, എനിക്കെന്റെ കൂലി തരുവോ? മൂന്ന് തൊട്ടി വെള്ളം കോരിയതിന്റെ കൂലി ചോദിക്കുകയാണ്. ആ അറാബിയായ മനുഷ്യൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. അടിച്ചിട്ടൊരു വാക്ക് പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ഒന്ന് ദേഷ്യപ്പെട്ടത് പോലുമില്ല. പ്രവാചകന് ചിരിക്കുന്ന മുഖത്തോടെ ആ മനുഷ്യനോട് ചോദിച്ച്, എന്റെ കൂലി എന്ത് തരുവോ? 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ റസൂല് തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, 2 മക്കളെ എടുത്ത് മടിയിലിരുത്തുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു 2 പേരെയും എടുത്ത് മടിയിലിരുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കാരക്ക പൊളിച്ചിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് തല താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തല താഴ്ത്തി വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്തേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കബള് പൊത്തിപ്പിടിക്കുകയാ. തന്റെ പൊന്നുമോള് കാണാതിരിക്കാ, തന്റെ പൊന്നുമോള് കാണാതിരിക്കാ. അല്ലാഹുവിന്റെ റസൂല് കൈകൊണ്ടിങ്ങനെ മുഖമിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സംശയത്തോടെ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ മുഖം ചുമന്ന് തുടുത്ത് കിടക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പ്രവാചകൻ ഇങ്ങനെ പട്ടിണി കൊടുത്തത്, നമ്മളെ പഠിപ്പിക്കാനാ. സാമ്പത്തിക ഞെരുക്കം വന്നപ്പോ 500ഉം 1000ഉം നിരോധിച്ചപ്പോ നമ്മൾ കിടന്ന് നെട്ടോട്ടമോടുകയല്ലേ. ഇന്ന് ജോലിയില്ലല്ലോ, ഇന്ന് ജോലിയില്ലല്ലോ. ഗൾഫുകാര് മുഴുവനും വല്ലാത്ത പ്രതിസന്ധിയിലാ. കാരണം അല്ലാഹുവിനെ ഓർക്കാൻ ആർക്കും സമയമില്ലോ. പണം കിട്ടിയപ്പോ, ഒരു നല്ല ഭർത്താവിനെ കിട്ടിയപ്പോ, ഒരൽപ്പം കച്ചവടവും ബിസിനസ്സും കടയും നിനക്ക് കിട്ടിയപ്പോ അല്ലാഹുവിനെ മറന്നല്ലോ, അല്ലാഹുവിനെ മറന്നല്ലോ. പണ്ട് പട്ടിണിയും പരിവട്ടവുമായിരുന്നപ്പോ വീടിനകത്ത് നിസ്കാരമുണ്ടായിരുന്നു, ദിക്റുകൾ ഉണ്ടായിരുന്നു, ഖുർആൻ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഹദ്ദാദിന്റെ തെരുവോരങ്ങളിൽ ചെറിയ ചെറിയ റോഡുകളിലൂടെ നടന്നു പോകുമ്പോ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീടിനകത്ത് ഖുർആൻ ഓതുന്ന, യാസീൻ ഓതുന്ന, മങ്കൂസ് മൗലിദ് ഓതുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന, സ്വലാത്തുകൾ പറയുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ചെറിയ കൂരയെല്ലാം മാറിയിട്ട് 2 നിലയുള്ള വീടായപ്പോ പടച്ചവനെ, റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ എത്രയോ ദൂരെ കൂടെ നടന്നു പോയാൽ ആ വീടിനകത്ത് നടക്കുന്ന സീരിയലിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇന്നെല്ലാവരും അല്ലാഹുവിനെ മറന്നില്ലേ? പടച്ചവനെ മറന്നപ്പോ അല്ലാഹുവും നിന്നെ മറക്കുകയാ. ചെറുപ്പക്കാരാ, ചിന്തിക്കു പൊന്നുമോരെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ. അല്ലാഹു തന്റെ അടിമയ്ക്ക് വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചായ ഒന്നും ഇല്ല അല്ലേ? അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്. തൊണ്ട പൊട്ടി വയല് പറയുന്ന ഉസ്താന് പച്ചവെള്ളം പോലും ഇല്ല. വയല് കേൾക്കാൻ വന്നവർക്ക് നല്ല ചുക്ക് കാപ്പി. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മനുഷ്യന്മാരെല്ലാം പെണ്ണുമ്പിള്ള എടുത്ത് പിണങ്ങിയിരിക്കണം. അല്ലെങ്കിൽ എന്താ, ഞാൻ ആദ്യം വന്നത് മഹറിനെ കുറിച്ച് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കുറ്റമല്ല പറഞ്ഞത്, നല്ലല്ലേ പറഞ്ഞു. എനിക്ക് മഹറിന്റെ വിവാദം കൊണ്ട് നന്മയും ഉണ്ടായില്ലെന്ന് ഞാൻ പറയുമ്പോൾ സന്തോഷമല്ലേ വേണ്ടത്? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു വിശപ്പ് തന്നിട്ട് പരീക്ഷിക്കും. എല്ലാവരും ഇല്ലേ, നരേന്ദ്രമോദിയെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായെന്തായാലും. ഞാൻ രാഷ്ട്രീയം പറയുന്നല്ല. നരേന്ദ്രമോദി 500 1000 നിരോധിച്ചതിൽ ഒരു കാര്യം എനിക്ക് നല്ല സന്തോഷമുള്ളൂ. കാരണം എന്താ, ആ നോട്ട് നിരോധിച്ചതിലൂടെ ഒരു കാര്യം നല്ലതാ, നമ്മുടെ പഴയ കാലം ഓർക്കാൻ എന്തായാലും ഒരു അവസരം കിട്ടിയില്ല. നമ്മുടെ പഴയ കാലം ഒറ്റ ദിവസമെങ്കിലും നമ്മളെ കൊണ്ട് അവനൊന്ന് ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞില്ല. അതന്നെ എത്ര വലിയ കോടീശ്വരാണെങ്കിലും ഒരു ദിവസം ബുദ്ധിമുട്ടി. പഴയ കാലം 500 1000 ഒക്കെ നിരോധിച്ചപ്പോൾ ഒരുപാട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടലിൽ കയറുക, ഞാൻ എൻ്റെ പള്ളിയിലേക്ക് വരുന്ന വഴി എനിക്കെന്തായാലും അന്ന് ഭാഗ്യമായിരുന്നു. കാരണം കമ്മിറ്റിക്കാർ ശമ്പളം തന്നപ്പോൾ എല്ലാം 100ന്റെ നോട്ട തന്നെ, എല്ലാം 100ന്റെ നോട്ട തന്നെ. അന്ന് പള്ളിയിലെ ബക്കറ്റ് വഞ്ചിപ്പെട്ടി പൊട്ടിച്ചിട്ട് കളശപ്പം 100ന്റെ. ഞാൻ വിചാരിച്ചു പടച്ചിന് എന്താടാ, എനിക്ക് തന്നപ്പോൾ തന്നെ ദേഷ്യം തോന്നി. എങ്കിലും മിണ്ടാതെ വാങ്ങി കയ്യിൽ വെച്ചു. എന്തായാലും അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഒരാൾ കാറിൽ വന്നിറങ്ങി, വലിയ വണ്ടിയിലാണ് വന്നിറങ്ങി. വണ്ടിയിലിറങ്ങിയിട്ട് നേരെ ഹോട്ടലിൽ വന്നിട്ട് പറയാ, 30 രൂപ ഉണ്ടായിരുന്നു രാവിലെ ഞാൻ കാപ്പി കുടിച്ചു. 30 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു രാവിലെ കാപ്പി കുടിച്ച്. എനിക്ക് ചോറ് കഴിക്കാൻ 500 1000 ഉള്ളു, എടുക്കുമോ എന്ന് ചോദിക്കാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്നിരുന്നു, നമ്മൾ ആരും അള്ളാഹിനെ ഓർത്തില്ല. ഇവനെ കൊണ്ടെങ്കിൽ അതുണ്ടായില്ലോ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാം പാവങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു. നല്ല കാര്യങ്ങൾക്കൊക്കെ, പള്ളിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്നു. ഡിസംബർ 31 കഴിയുമ്പോൾ വീട്ടിൽ ആള് വരും. ഡിസംബർ 31 കഴിയുമ്പോൾ വീട്ടിൽ ആള് വരും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സക്കാത്തും സദക്കയും കൊടുക്കാത്തവന്റെ സമ്പത്ത് 3 രീതിയിൽ പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു 3 രീതിയിൽ. സദക്കയുടെ കൂലി പോലും കിട്ടൂല. ഒന്നീ കള്ളം കൊണ്ടുപോകും. കൊടുക്കാത്ത. ഈ അടുത്തവിടെ വഴുതിന് പോയപ്പോ ഒരു പെണ്ണ് ദുആ ചെയ്യാൻ 1001 രൂപ തന്നിട്ട് ഉസ്താദേ 2 പവന്റെ മാല കളഞ്ഞു പോയി, തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ആ പെണ്ണ് ഇത് പോകുമോ? 100 രൂപ കൊടുത്താൽ മതിയായിരുന്നു, ഇത് പോകില്ല. ഇപ്പൊ കൊടുത്ത 1000 വേസ്റ്റായി പോയി. അള്ളാന്റെ റസൂല് പറഞ്ഞു, സക്കാത്തും സദക്കയും കൊടുക്കാതെ വാരിക്കൂട്ടി വെച്ചിരിക്കുന്നവന്റെ സമ്പത്ത് കള്ളം കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലെങ്കിൽ മഴയോ ഇടിയൊക്കെ വന്നിട്ട് വിപത്തുകൾ ഉണ്ടായി നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ചു ടാക്സ് വരും വീട്ടിൽ. ഡിസംബർ 31 കഴിയുമ്പോൾ എപ്പോഴും പ്രതീക്ഷിച്ചാണ് ഒരു വണ്ടി വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇപ്പം കൊടുത്ത സദക്കയുടെ കൂലിയെങ്കിലും അന്ന് പോയാൽ ഒന്നും കിട്ടത്തില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എന്റെ അടിമകൾക്ക് ഞാൻ വിശപ്പ് കൊടുത്തു പരീക്ഷിക്കും. നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിന്റെ റസൂലിനെ തന്നെ അള്ളാഹ് പരീക്ഷിച്ച് കാണിച്ചത്. 3 വർഷം നമ്മൾ ഒരിക്കലെങ്കിലും പച്ചപ്പുല്ല് തിന്നിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും പച്ചിലകൾ പറിച്ചു തിന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും 3 കൊല്ലം പച്ചില പറിച്ചു തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ കാശിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു 3. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു